നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് നെർവ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. PMDD. സ്ത്രീകളിൽ മെൻസ്ട്രേഷൻ ആവുന്നതിന് ഒരു 5 മുതൽ 7 ദിവസം മുൻപേ തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച മുൻപേ തന്നെ അവരിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള പല മാറ്റങ്ങൾ, ചേഞ്ചസ് ഓർ ഡിഫിക്കലിറ്റീസ്, പല ബുദ്ധിമുട്ടുകളും അവരിൽ അനുഭവപ്പെടാം. ഇത് പീരിയഡ്സ് ആയി കഴിയുമ്പോഴേക്കും ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് റിസോൾവ് ആയി പോവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പാറ്റേൺ 2 മാസം അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ അത് PMDD ആവാനായിട്ട് ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിന്റെ വേറൊരു രീതിയിൽ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം എന്ന് വെച്ചാൽ, അതായത് ഇതിനോട് നമുക്കൊരു സൊമാറ്റോസൈക്കിക് ഇൽനെസ് എന്നും പറയാം, വിച്ച് ഇസ് ട്രിഗേർഡ് ബൈ ദി സെക്രേഷൻ ഓഫ് സെക്സ് സ്റ്റിറോയിഡ്സ് ഡ്യൂറിംഗ് ദി ഓവുലേറ്ററി പീരിയഡ് ഡ്യൂറിംഗ് ദിസ് മെൻസ്ട്രൽ സൈക്കിൾ. സോ മെൻസ്ട്രേഷന്റെ സമയത്ത് നമുക്കറിയാം ഒരു ഓവുലേഷൻ പീരീഡ് ഉണ്ട് അല്ലെ, ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈം. അപ്പൊ ആ ഒരു ടൈമിൽ സെക്സ് സ്റ്റിറോയിഡ്സിന്റെ റിലീസ് കാരണം സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പറയുന്ന സൊമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്, ബോഡിയിലി ചേഞ്ചസ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമോഷണൽ രീതിയിലുള്ള ചേഞ്ചസും ഇവരിൽ കാണാം. സോ ഇതിനെ നമ്മൾ PMDD എന്ന് പറയും. ഈ PMDD ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്. അതായത് സ്ത്രീകളിലുള്ള ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഉണ്ടാവുന്ന അതിന്റെ ലെവൽസിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ, പ്രത്യേകമായിട്ടും സെറട്ടോണിൻ എന്ന് പറഞ്ഞൊരു മൂഡ് റെഗുലേറ്റർ ഒരു ഹോർമോൺ ഉണ്ട്. അപ്പൊ അതിന്റെ ഇംബാലൻസസും PMDD ഉണ്ടാക്കാനുള്ള കാരണം ആണ്. സെറട്ടോണിൻ ആണ് നമ്മളുടെ സന്തോഷം തരുന്നത്, അതുപോലെ തന്നെ വിശപ്പിന്റെ ഒരു ഫീലിംഗ് ഒക്കെ തരുന്നത്, ഈവൻ സെക്സ് ഡ്രൈവ് തരുന്നത് പോലും സെറട്ടോണിൻ ആണ്. സോ ഇതിന്റെ ബ്രെയിനിന് ഇതിന്റെ ഇംബാലൻസ്, വ്യതിയാനങ്ങൾ ഈ PMDD ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണമാണ്. സോ ഇതില് നമ്മൾ സൊമാറ്റോസൈക്കിക് ഇൽനെസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സൊമാറ്റിക് സിംറ്റംസ് ഉണ്ടാവും, അതുപോലെ തന്നെ മൂഡ് സിംറ്റംസും ഉണ്ടാവും. സോ ഫസ്റ്റ് നമുക്ക് സൊമാറ്റിക് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് സ്ത്രീകളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് എഡിമ ഉണ്ടാവും. എഡിമ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ, ബോഡിയിലുള്ള ഫ്ലൂയിഡ് അക്യുമുലേഷൻ കൂടുതലായത് കാരണം അവിടെ ഒരു വളരെ ഒരു സ്വെല്ലൻ ഫീലിംഗ് വരും, ലൈക്ക് ഒരു ബ്ലോട്ടിംഗ് ഫീലിംഗ് ഓഫ് ബ്ലോട്ടിംഗ് ഉണ്ടാവും. പ്രത്യേകമായിട്ടും അബ്ഡോമിനൽ ഏരിയയിൽ അവർക്ക് വിസിബിൾ ആയിട്ടൊരു പഫിനെസ് അവർക്ക് കാണാൻ സാധിക്കും. ഈവൻ ഫേസിലും കയ്യിലും ഒക്കെ ഒരു ബ്ലോട്ടഡ് ഫീല് അവർക്ക് ഫീൽ ചെയ്യും. ഈവൻ വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം ഇതിന്റെ ഭാഗമായിട്ട്. ആൻഡ് ഓൾസോ ഈ വെയിറ്റ് ഗെയിൻ കാരണം അവരിൽ ജോയിന്റ് പെയിൻ, മസിൽ സ്പാസംസ് ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടാകാം. പിന്നെ വളരെ ബുദ്ധിമുട്ട് ആയിട്ട് അവർക്ക് ഹെഡേക്സ് ഉണ്ടാകും. ആൻഡ് ഓൾസോ ബ്രസ്റ്റ് ടെൻഡർനെസ്, ബ്രസ്റ്റ് പെയിൻ വരും, ബ്രസ്റ്റ് നോഡിൽ അവർക്ക് പെയിൻ അനുഭവപ്പെടാം. ആൻഡ് ഓൾസോ ഇത് അപ്പിറ്റൈറ്റിനെ വരെ ബാധിക്കും. അപ്പിറ്റൈറ്റ് എന്ന് പറയുമ്പോൾ വിശപ്പിനെ വരെ ബാധിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫിസിക്കൽ സിംറ്റംസ് ഇവരിൽ കാണാം. ബിക്കോസ് സെറട്ടോണിൻ എഫക്റ്റഡ് ആയിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ അവരിൽ ഈ വിശപ്പിന്റെ ഒരു ഫീലിംഗും അവരിൽ എഫക്റ്റഡ് ആയിരിക്കും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ സിംറ്റംസ്. ഇനി കമ്മിങ് ടു സൈക്കോളജിക്കൽ സിംറ്റംസ് അല്ലെങ്കിൽ മൂഡ് സിംറ്റംസ് പറയാനാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മൂഡ് ഫ്ലക്ച്വേഷൻസ്, മൂഡ് സ്വിങ്സ് ഇവരിൽ കാണാം. ഡിപ്രസ്ഡ് മൂഡ്, ആങ്സൈറ്റി, ടെൻഷൻ, ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഫീൽ ചെയ്യുക, ഇറിറ്റബിലിറ്റി, ആങ്കർ, ദേഷ്യം വരിക, അമിതമായിട്ടുള്ള ദേഷ്യം, ഈവൻ ചില സിറ്റുവേഷൻസിൽ ഓവർ റിയാക്ട് ചെയ്യുക തുടങ്ങിയ ഇത്തരത്തിലുള്ള ഇമോഷണൽ അൺസ്റ്റബിലിറ്റി സിറ്റുവേഷൻസ് ഇവരിൽ കാണാൻ പറ്റും. ഇതാണ് കൂടുതലും മൂഡ് സിംറ്റംസ് വരുന്നത്, സൈക്കോളജിക്കൽ സിംറ്റംസ്. ഈവൻ ബിഹേവിയറൽ ചേഞ്ചസ് വരാം. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ഈറ്റിംഗ് പാറ്റേണിൽ വ്യത്യാസം വരാം. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഫുഡ് അമിതമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ തീരെ കഴിക്കാതിരിക്കുക. ആൻഡ് ഓൾസോ ഈവൻ സ്ലീപ്പ് പാറ്റേൺസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഇൻസോംനിയ ഉണ്ടാവാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഷ്യലി ഒരു വിത്ഡ്രോൺ ആവാനുള്ള ടെൻഡൻസി, സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്ന് വിത്ഡ്രോൺ ആവാനും, ഈവൻ ഹോബീസ് വരെ അവർക്ക് മുൻപ് ഒരു ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പം അവർക്ക് ചെയ്യാനൊരു ഇഷ്ടമില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരിക, ഒരു ഡീആക്ടിവിറ്റി, മൊത്തത്തിലും ഫ്രം എവറിത്തിങ് ആൻഡ് ഫ്രം എവ്രി വൺ ഒരു ഡീആക്ടിവിറ്റി. ആൻഡ് ദേ വോണ്ട് ടു ബി ഐസൊലേറ്റഡ്, ഒറ്റയ്ക്ക് ഇരിക്കാനാണ് അവർ കൂടുതലും താല്പര്യപ്പെടുന്നത്. സോ ഈവൻ സെക്സ് ഡ്രൈവ് വരെ ഇതിൽ അഫക്റ്റഡ് ആയിരിക്കും, ലോ സെക്സ് ഡ്രൈവ് ആയിരിക്കും ഇതിൽ കാണുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസ് കാണാൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യാം. അതുകൊണ്ടിട്ട് തന്നെ
അവരുടെ വർക്ക് ലൈഫ്, ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യാം. സോ ഈ PMDD-യിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരു ഇന്റർഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ സ്ത്രീകളുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യും, അവരുടെ സോഷ്യൽ റിലേഷൻഷിപ്സിനെ എഫക്ട് ചെയ്യും, അവരുടെ ഫാമിലിനെ എഫക്ട് ചെയ്യും, വർക്ക് ലൈഫിനെ എഫക്ട് ചെയ്യും. സോ ഇതിനെയൊക്കെ എഫക്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സീക്ക് ചെയ്യേണ്ട ഒരു ടൈം വരുന്നത് അപ്പോഴാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് PMDD. ഇനി PMS എന്താണ്? ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സിൻഡ്രോമാണ് PMS, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. സോ ഇതിന്റെ രണ്ടിന്റെയും സിംറ്റംസ് വളരെ സിമിലർ ആണ്. ഈ പറയുന്ന സൈക്കോളജിക്കൽ സിംറ്റംസ്, ഫിസിക്കൽ സിംറ്റംസ് ഒക്കെ ഇതിലുണ്ട്, PMS-ലുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന രണ്ട് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സിംറ്റം സിവിയറിറ്റി. സിംറ്റത്തിന്റെ സിവിയറിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ PMDD-യിലായിരിക്കും വളരെ എക്സ്ട്രീം ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കും. ഇപ്പോൾ അത് PMDD ആണ്. എന്നാൽ PMS-ൽ ഇത്രയും സിംറ്റംസ് അത്രയും എവിഡൻ്റ് ആയിട്ട് കാണിക്കില്ല. പിന്നെ ഇത് ലൈഫിനെ ഇമ്പാക്ട് ചെയ്യണ ഒരു രീതി വളരെ PMDD-യിലാണ് കൂടുതലും എക്സ്ട്രീം ആയിട്ട് ഒരു ഇന്റർഫറൻസ് ഡെയിലി ലൈഫിനെയും വർക്കിനെയും ബാക്കി റിലേഷൻഷിപ്സിനെയൊക്കെ എഫക്ട് ചെയ്യുന്നത് PMDD-യിലായിരിക്കും. PMS-ൽ അത്രയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല സ്ത്രീകളുടെ ലൈഫിൽ. സോ ഇതാണ് മെയിൻ ഡിഫറൻസസ് വരുന്നത്. അപ്പോൾ ഈ PMDD പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്രോണിക് ആയിട്ടുള്ള, അതായത് ലോങ് പാറ്റേൺ, ലോങ് ഡ്യൂറേഷനിലേക്ക്, ലോങ് ടേമിലേക്ക് ഇത് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ക്യാൻ ലീഡ് ടു ആങ്സൈറ്റി, ഡിപ്രഷൻ. ബിറ്റ്വീൻ സൈക്കിൾസ് ആണ്. ഇന്റർ സൈക്കിൾസിലാണെങ്കിൽ വി ക്യാൻ മാനേജ്. ബട്ട് ഇഫ് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ബിറ്റ്വീൻ സൈക്കിൾസ്, ദെൻ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോങ് ടേം പെർസിസ്റ്റൻസ് കാരണം അത് ക്യാൻ ലീഡ് ടു ആങ്സൈറ്റി ഓർ ഡിപ്രഷൻ. സോ ഇൻ മോസ്റ്റ് കേസസ് ഒരു 80% മൈൽഡ് ആയിട്ടുള്ള മൂഡ് അല്ലെങ്കിൽ ബോഡിലി സിംറ്റംസ് കാണിക്കും. 40% ആണ് PMS ആയിട്ട് കാണിക്കുന്നത്. 3 to 7% ആണ് ഫീമെയിൽസിൽ PMDD കാണിക്കുന്നത്. സോ ഇതാണ് ഒരു പ്രിവലൻസ് എന്ന് പറഞ്ഞാൽ. ഇനി കൊമോബിഡ് ആയിട്ട് വരുന്ന മറ്റ് ഡിസോർഡേഴ്സ്, അതായത് ഇറ്റ് ക്യാൻ മറ്റ് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആയിട്ട് കൊമോബിഡ് ആയിട്ട് വരുന്നതാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഈവൻ പെരിമെനപ്പോസിനോട് അനുബന്ധമായിട്ടും ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണിക്കാം. ഈവൻ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവരിലും ഇങ്ങനത്തെ ഫിസിക്കൽ സിംറ്റംസ് കാണിക്കാം. സോ അത് PMDD തന്നെയാണോ അതോ മറ്റ് മൂഡ് ഡിസോർഡേഴ്സ് ഏതെങ്കിലും ആണോ എന്ന് കറക്റ്റായിട്ട് റൂൾ ഔട്ട് ചെയ്യുക തന്നെ വേണം. ഇനി ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് വരാനാണെങ്കിൽ പല മേഖലകളിലും നമുക്കിതിൽ ഒരു ട്രീറ്റ്മെന്റ് ഇന്റർവെൻ ചെയ്യാം. സോ അതിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമ്മുടെ ജീവിത ശൈലികളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. അതിപ്പോൾ ഡയറ്ററി ഹാബിറ്റ്സ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ, സ്ലീപ്പ് പാറ്റേണിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, അത് സൈക്കോളജിക്കലും ഫിസിക്കലും. ഇപ്പം സൈക്കോളജിക്കൽ മോസ്റ്റ്ലി നമ്മൾ മോർണിംഗും ഫിസിക്കൽ എക്സസൈസ് ഈവനിങ്ങും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. എറോബിക് എക്സസൈസസ് ലൈക്ക് സ്വിമ്മിങ്, റണ്ണിങ്, ബ്രിസ്ക് വാക്കിംഗ്, ഇത്തരത്തിലുള്ള എറോബിക് എക്സസൈസും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഹോർമോണൽ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് ബർത്ത് കൺട്രോൾ പിൽസ് ഓർ ഹോർമോണൽ പാച്ചസ് എടുക്കാം. പിന്നെ ഫാർമക്കോതെറാപ്പിയിലേക്ക് വരുമ്പോൾ വി ക്യാൻ SSRI ഗ്രൂപ്പ്സ് വുഡ് ഹെൽപ്പ്, ആന്റി ഡിപ്രസൻസ്, ചില കേസസിൽ നമ്മൾ ആൻസിയോലിറ്റിക്സ് എടുക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേറൊരു ട്രീറ്റ്മെന്റ് ആണ് സൈക്കോതെറാപ്പിയിൽ ഏറ്റവും പ്രധാനമായും CBT, ബിഹേവിയറൽ തെറാപ്പി, അതുപോലെ തന്നെ സ്ട്രെസ് റിലാക്സേഷൻ എക്സസൈസസ് ലൈക്ക് യോഗ, മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസസ് ഒക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫുഡ് ഹാബിറ്റ്സിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ കഴിയും. കാർബ്സ് അടങ്ങിയിട്ടുള്ള ഇപ്പോൾ അരി, ഗോതമ്പ്, ഓട്സ് തുടങ്ങിയ ഫുഡ് നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫ്ലൂയിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. സോ നമുക്കൊരു ബ്ലോട്ടിംഗ് ഫീൽ ഒരുപാട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഫ്ലൂയിഡ്, ലിക്വിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ. പിന്നെ സോൾട്ട്, ഓയില്, കോഫി, ഷുഗറൊക്കെ മാക്സിമം കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്, തൈര്, അതുപോലെ തന്നെ മിൽക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ ഡയറ്റിലേക്ക് ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ന്യൂട്രീഷൻ ആൻഡ് ഹെർബൽ സപ്ലിമെന്റ്സ് എടുക്കാം.
ഇപ്പോൾ നമുക്ക് ചെസ്ബെറി, അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്, അത്തരത്തിലുള്ള വിറ്റാമിൻ സി ടാബ്ലറ്റ്സ്, വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സ്, മാഗ്നീഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ കമ്മിങ് ടു ദ സ്ലീപ്പ് പാറ്റേൺ ആണെങ്കിൽ ഒരു സ്ലീപ്പ് ഹൈജീൻ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യുക. മാക്സിമം മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള റിലാക്സേഷൻ എക്സസൈസസ് ചെയ്യുക. ഒരു മേക്ക് ഷുവർ യു ആർ സ്ലീപ്പിംഗ് ഫോർ 8 hours a day. അപ്പോൾ അത് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു ട്രീറ്റ്മെൻ്റ് ആണ് സൈക്കോസോഷ്യൽ സപ്പോർട്ട് ദാറ്റ് ക്യാൻ ബി ഫ്രം യുവർ പാർട്ട്ണർ ഓർ യുവർ ഫാമിലി. നമ്മുടെ പാർട്ട്ണർ ഹസ്ബൻഡിൻ്റെ അടുത്തു നിന്നും കിട്ടുന്ന ഒരു സപ്പോർട്ട്, നമ്മുടെ ഫാമിലിയിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഹോട്ട് ബാഗ്, നമുക്ക് അത്രയും ഒരു ഫിസിക്കൽ സിംറ്റംസും ഇതുപോലെ തന്നെ സൈക്കോളജിക്കൽ സിംറ്റംസും ഉള്ള സമയത്ത് ഒരു ഹോട്ട് ബാഗ് പാർട്ട്ണർ അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ഹസ്ബൻഡ് ഹോട്ട് ബാഗ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൻഡ് ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരോട് വളരെ പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഇതൊക്കെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു രീതിയിലേക്ക് വരുന്നത്. സോ PMDD എന്ന് പറയുമ്പോൾ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു 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 ഡിസോർഡറാണ്, ഒരു ബുദ്ധിമുട്ടാണ്, ഒരു കണ്ടീഷനാണ്. സോ അതിൽ ആസ് നമ്മുടെ ഒരു ഹസ്ബൻഡിൻ്റെ വൈഫ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക, ഈവൻ പേരൻസ് അല്ലെങ്കിൽ ഫാമിലി വൈസ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുക. ഒരു സിവിയർ കേസസിലാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു.